ഉഷ ജനം സ്റ്റിച്ച് മാജിക് മെഷീനിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ആക്സസറീസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഫൂട്ടർ കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ. ഈ ഫൂട്ടർ എടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള ഒരു ലിവർ കണ്ടില്ലേ, ഒരു സൈഡിലോട്ടൊരു സംഭവം കണ്ടല്ലോ, ആ സാധനം ജസ്റ്റ് ഒന്ന് മേലോട്ട് ലിഫ്റ്റ് ചെയ്യുക, മേലോട്ടൊന്ന് പൊക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഏത് ബട്ടണാണോ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബട്ടൺ അവിടെ വെച്ച് കൊടുക്കുക. ആ ബട്ടണിൻ്റെ സൈസിലുള്ള ബട്ടൺ ഹോളാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ബട്ടൺ തന്നെ അതിൽ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് അത് അവിടുന്ന് തട്ടി നോക്കുക, അതായത് നമ്മൾ എന്ന് വീഴുന്നുണ്ടോ കറക്റ്റ് തന്നെയാണോ വെച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നതിന് ശേഷം നമ്മൾ ആ ഫൂട്ടർ അതിൽ അറ്റാച്ച് ചെയ്യുക. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണേ, ആ ബട്ടൺ വരുന്ന ഭാഗം ബാക്കിലോട്ടാണ്, നമ്മളെ സൈഡിലേക്കല്ല ബട്ടൺ വരുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അവിടെ കാണിക്കുന്നുണ്ടല്ലോ ഒരു സാധനം ഇല്ലേ, ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇല്ലേ, ആ സാധനം താഴോട്ട് വലിക്കണം. അത് നിർബന്ധമായിട്ടും ചെയ്യണം. അത് ചെയ്തെങ്കിൽ കറക്റ്റായിട്ട് നമ്മളുടെ ബട്ടൺ ഹോള് വരുള്ളൂ. മനസ്സിലായില്ലേ? അത് എന്തായാലും ചെയ്യണം കേട്ടോ, ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന ടെൻഷനും സംഭവങ്ങളൊക്കെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നോർമലി നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഏതിലേക്കാണ് വരുന്നത്, സ്റ്റിച്ചിന് പല മോഡലുണ്ട്, പക്ഷേ ഇത് നമുക്ക് വേണ്ടത് ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടല്ല, റെഡ് കളറ്, അതിലേക്കാണ് നമ്മൾ വെക്കേണ്ടത്. ഇത്രയും സെറ്റിങ്സ് ചെയ്തതിന് ശേഷം നൂല് നമ്മൾ പ്രോപ്പറായിട്ടല്ലേ വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്കോട്ടാണ്. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഫ്രണ്ടിലോട്ടാണ് സ്റ്റിച്ച് വരുന്നത്, പക്ഷേ ഇത് ബാക്കോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ നമ്മളൊന്ന് വേറെ ഏതെങ്കിലും ക്ലോത്തിൽ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതിന് ശേഷം മാത്രം നല്ല ക്ലോത്തിലേക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഒരു ബട്ടൺ ഹോൾ ചെയ്ത ശേഷം വീണ്ടും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഓപ്ഷന് റീസെറ്റിലോട്ട് ഒന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും ആ റെക്റ്റാങ്കിൾ ഷേപ്പില്ലേ അതിലേക്ക് ആക്കി കൊടുക്കുക. എന്നതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. മനസ്സിലായാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ.